യുണൈറ്റഡിൻ്റെ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ടാക്ടിക്സ് അതുപോലെ തന്നെ ആർസണലിൻ്റെ മിഡ്ഫീൽഡും റൈറ്റ് വിങ് എങ്ങനെ പൊട്ടിച്ചു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യുണൈറ്റഡ് ഒരു 4-4-2 കോമ്പാക്ട് മിഡ് ബ്ലോക്ക് ആണ് കളിച്ചത്. ബ്രൂണോ ആൻഡ് അംബ്യൂമോ അപ്പ് ഫ്രണ്ട് കളിച്ചു. അതുപോലെ തന്നെ അമാദ് ആണെങ്കിലും ഡോർഗോ ആണെങ്കിലും പിറകോട്ട് വലിഞ്ഞ് കസമീറോടെയും മൈനുവിൻ്റെയും കൂടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യായിരുന്നു. അത് ആർസണലിൻ്റെ മിഡ്ഫീൽഡ് എങ്ങനെ പൊട്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഒഡിഗാർഡിലേക്കുള്ള റൈസിൻ്റെയും അതുപോലെ സൂമെൻറ്റിൻ്റെയും പാസിംഗ് ലൈൻസ് ബ്രൂണോ കട്ട് ചെയ്തു. അതുപോലെ തന്നെ റൈസ് ബോൾ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മൈന് പുള്ളീനെ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി അഗ്രസീവായിട്ടുള്ള പ്രസ്സല്ല, സെലക്റ്റീവായിട്ട് കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള പ്രസ്സായിരുന്നു. ഇതേ പാറ്റേണിൽ തന്നെ മൈനു സുബമിൻ്റെയും അറ്റ് ടൈംസ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒഡിഗാർഡിൻ്റെ കാര്യം പറയുമ്പം പുള്ളീനെ മാനേജ് ചെയ്തത് കസമീറോ ആണ്. ഒഡിഗാർഡിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷൻ റൈറ്റ് ഓഫ് സ്പേസ് ആണ്. കസമീറോ വാസ് മാനേജിങ് ദാറ്റ് സ്പേസ്. ഓക്കെ, ആൻഡ് പിന്നെ ഒഡിഗാർഡ് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി ബോൾ കളക്ട് ചെയ്യുന്ന സമയത്ത് മാർട്ടിനസ് ആണ് പുള്ളീനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. മാർട്ടിനസ് അത് അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ വന്നപ്പം തന്നെ സുബമിൻ്റെ ഐസൊലേറ്റഡ് ആയി. അതുപോലെ തന്നെ റൈസിന് ബോൾ കിട്ടാതായതോടെ പുള്ളി ഒത്തിരി ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ സെൻട്രലിലൂടെയുള്ള അവരുടെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പിന്നെ വൈഡ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. വൈഡ് ഏരിയസ് നോക്കുകയാണെങ്കിൽ സാക്കയാണ് യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. 3 യുണൈറ്റഡ് പ്ലേയേഴ്സ് ചേർന്നിട്ടാണ് സാക്കയെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. ലൂക്ക് ഷോ ആണ് മെയിൻ. പുള്ളി കട്ട് ബാക്സും അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് റൺസും ഫോക്കസ് ചെയ്തപ്പോൾ മാർട്ടിനസ് സാക്കയെ എപ്പോഴും ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോൺ 14 അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പെനാൽറ്റി ബോക്സ് കസമിറോ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഓൺ ദ ബോൾ യുണൈറ്റഡ് കളിച്ചത് ഒരു 4-2-3-1 ഫോർമേഷനാണ്. പക്ഷേ ഫുൾ ബാക്സിന് ഒട്ടും ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ലൂക്ക് ഷോ സിറ്റ് അറ്റ് ദ ബാക്ക് തന്നെയായിരുന്നു. ഡിഫൻഡിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു പുള്ളിയുടെ ഡ്യൂട്ടി. ഡയലോയുടെ കാര്യം പറയുവാണെങ്കിലും വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ പുള്ളി നല്ല ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ട്രാൻസിഷനിൽ അല്ലെങ്കിൽ ആർസണലിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ യുണൈറ്റഡിന് പെട്ടെന്ന് അവരുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇനി ട്രാൻസിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്രൂണോയെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബ്രൂണോയുടെ വെർട്ടിക്കൽ റണ്ണും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റണ്ണർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലെഫ്റ്റ് ചാനൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന ഡോർഗോ ആണ്. അതുപോലെ തന്നെ എംബ്യൂമോ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് സാലിബയുടെ പിറകിലുള്ള സ്പേസ് ആണ്. അമാദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി റൈറ്റ് സൈഡിൽ കൂടെ ചെന്നിട്ട് കട്ട് ഇൻ സൈഡ് എന്നുള്ള ഒരു പരിപാടിയും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള റോളായിരുന്നു അമാദ് നില ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു യുണൈറ്റഡ് ഫാന് ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് ഫോളോ ദ പേജ്. താങ്ക് യു ഗൈസ്.